കൊടുക്കാം അവർ കൊടുത്ത് സുഹൃത്തുക്കളെ, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് സമാജം പ്രസിഡന്റ് ശ്രീ ടി പി മോഹനൻ രണ്ടു വാക്ക് സംസാരിക്കുന്ന തിരിഞ്ഞ് ഓക്കെ. ബഹുമാന്യരായ ശ്രീ ഭവാനീശ്വര കുടുംബ സമാജത്തിന്റെ സെക്രട്ടറി ശ്രീ സജീവ്, വൈസ് പ്രസിഡന്റ് ശ്രീ MR മഹേശ്വരൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങള്, പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഭവാനീശ്വര കുടുംബ സമാജം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 5 വർഷം ആയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഓഫീസ്
നമുക്കുണ്ടായിരുന്നില്ല. ഓഫീസിന്റെ അഭാവം ശ്രീ ഭവാനീശ്വര കുടുംബ സമാജത്തിന്റെ പ്രവർത്തനങ്ങളില് കാര്യക്ഷമമായിട്ട് നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞൊരു വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുന്ന ഒരു ബൃഹത് പ്രസ്ഥാനമാണ് ശ്രീ ഭവാനീശ്വര കുടുംബ സമാജം. ശ്രീ ഭവാനീശ്വര കുടുംബ സമാജം എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണ്, ഒരു പ്രത്യേക ജാതിയുടേതാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. വാസ്തവത്തില് ശ്രീ ഭവാനീശ്വര കുടുംബ സമാജം എന്ന പ്രസ്ഥാനം, എന്ന സംഘടന മനുഷ്യരാശിയുടെ ഉന്നമനത്തിനും മനുഷ്യരാശിയുടെ പുരോഗതിക്കും മനുഷ്യരാശിയുടെ ശ്രേയസ്സിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹത് സംഘടനയാണ്. നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നല്ലവരായ നാട്ടുകാർക്ക് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ശ്രീ ഭവാനീശ്വര കുടുംബ സമാജത്തിന്റെ ലക്ഷ്യങ്ങളെപ്പറ്റി. ശ്രീ ഭവാനീശ്വര കുടുംബ സമാജം നമ്മുടെ സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ജനവിഭാഗങ്ങളെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ജാതീയമായിട്ടും അല്ലാതെയുമൊക്കെ പലവിധ രോഗബാധയാല് നിരാലംബരായി കഴിഞ്ഞിട്ടുള്ള ആൾക്കാര്, നിരാശ്രിതരായി കഴിഞ്ഞിട്ടുള്ള ആൾക്കാര്, അവരെയൊക്കെ കണ്ടെത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ഒരു കൈത്താങ് എന്ന വണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രീ ഭവാനീശ്വര കുടുംബ സമാജം. അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായ രീതിയിൽ ആരംഭിച്ചത് അമ്മനെഴുത്ത് ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ മാതൃപൂജയും അന്നദാനത്തോടുകൂടിയായിരുന്നു. അതിനുശേഷം ജാതി മതഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ സമൂഹത്തില് അധസ്ഥിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി 31ഓളം പേർക്ക് അന്നവസ്ത്രവും അതുപോലെ തന്നെ മധുരവും നൽകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്നവസ്ത്രദാന യജ്ഞം എന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ അതിനുവേണ്ടി കാഴ്ചവെച്ചത്. ഇനിയും വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവര്, സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ശ്രീ ഭവാനീശ്വര കുടുംബ സമാജം പ്രവർത്തകര് മുന്നോട്ട് വരും എന്ന കാര്യത്തില് ആർക്കും സംശയം വേണ്ട. ശ്രീ ഭവാനീശ്വര കുടുംബ സമാജത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തോടുകൂടി അതിനൊരു ആസ്ഥാനം ഉണ്ടാവുകയാണ്. ഈ ആസ്ഥാനം ഉണ്ടാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ നമ്മുടെ സമൂഹത്തില് ഒരു അപേക്ഷാ ഫോം പോലും കൃത്യമായിട്ട് പൂരിപ്പിക്കുവാനായിട്ട് സാധിക്കാത്ത ധാരാളം ജനങ്ങളുണ്ട്. ഒരു അപേക്ഷ പൂരിപ്പിക്കണമെങ്കിൽ 50ഉം 100ഉം രൂപ വീതം ആ എഴുത്തുകാർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ. സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആ 100 രൂപ എന്ന് പറയുന്നത്, ആ അപേക്ഷാ ഫീസ് പൂരിപ്പിക്കുന്നതിനുള്ള ചാർജ് എന്ന് പറയുന്നത് താങ്ങുവാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത്തരത്തിലുള്ള സർക്കാരിലെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയും അപേക്ഷകൾ ആവശ്യമായിട്ടുള്ളവർക്ക് സൗജന്യമായിട്ട് പൂരിപ്പിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഈ ഓഫീസ് പ്രധാനമായിട്ടും നമ്മൾ തുറന്നിരിക്കുന്നത്. ഈ ഓഫീസിലെ പ്രവർത്തന സമയം ഏതാണ്ട് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 6 വരെയും ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നാട്ടുകാർക്കും ശ്രീ ഭവാനീശ്വര കുടുംബ സമാജത്തിന്റെ എല്ലാ തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ഈ 2 വാക്ക് ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. കൂടാതെ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ശ്രീ ഭവാനീശ്വര കുടുംബ സമാജത്തിന്റെ പേരില്, എന്റെ വ്യക്തിപരമായ പേരില്
ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എന്റെ അഭിവാദനങ്ങളാണ്.